നോക്കൂ, മാവേലിക്കരയുടെ പേര് അന്വർത്ഥമായത് കൊടിക്കുന്നിലിന്റെ പേരിലൂടെയാണ് എന്നുള്ളൊരു ട്രോളാണ് അദ്ദേഹം പറഞ്ഞത്. മറുപടി അതിനകത്ത് ഒരു വാസ്തവമില്ല. നമ്മുടെ ഈ നിയോജക മണ്ഡലം വളരെ വ്യത്യസ്തതകളുള്ള ഒരു നിയോജക മണ്ഡലമാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചു, കശുവണ്ടി തൊഴിലാളികളുണ്ട്, റബ്ബർ കർഷകരുണ്ട്, കുട്ടനാട്ടിലെ നെൽകർഷകരുണ്ട്, അതുപോലെ തന്നെ പ്രവാസികളുണ്ട്. എല്ലാ സമസ്ത തലത്തിലുള്ള ആളുകളെയും സ്പർശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം പെൻഷൻ 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ച MP-യാണ് ലേബർ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്, കേന്ദ്ര ലേബർ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് കുട്ടനാട്ടിലെ കർഷകർക്കൊപ്പം താങ്ങുവിലയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയും 10 വർഷത്തിന് മുമ്പുള്ള കഥയല്ലേ? അല്ല, ഇപ്പോഴും ആ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്നത് 10 വർഷത്തിന് മുമ്പല്ലേ? അതെ, അതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ പത്തനാപുരത്ത് റബ്ബർ പാർക്ക് എന്ന് പറയുന്ന 2000 ആളുകൾക്ക് പ്രത്യക്ഷമായും 3000 ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം പ്രവാസികൾക്കായി. അല്ല, ഒരു നിമിഷം, എന്തോ ചോദിച്ചു സുഭാഷ്, എന്തോ ചോദിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ 90% അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ അംഗീകാരമായി അതിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം 90% പൂർത്തിയായിരിക്കുന്നു. അതായത് വ്യക്തമായി പറഞ്ഞാൽ പത്തനാപുരത്ത് ഒരു റബ്ബർ പാർക്ക് സ്ഥാപിച്ചു കഴിഞ്ഞോ? എവിടെ അതിന്റെ പ്രവർത്തനം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചോ? നിർമ്മാണ പ്രവർത്തനം എവിടെ? പത്തനാപുരത്ത് എവിടെ? പത്തനാപുരത്ത് ഏത് സ്ഥലമാണെന്ന് പറ. ഹലോ, അവിടെ ഈ പറഞ്ഞത് ബഹുമാന്യായ UDF-ന്റെ പ്രതി തിരുത്തണം. അവിടെ അങ്ങനെ ഒരു പാർക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അതിന് ഗവൺമെന്റിന് അംഗീകാരം വാങ്ങിക്കുകയും അതിന്റെ ഫണ്ട് അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? താങ്കൾ അങ്ങനെ ഒരു പാർക്ക് കണ്ടിട്ടേ ഇല്ലേ? അവിടെ പ്രവർത്തനം നടന്നിട്ടില്ല. നിർമ്മാണ പ്രവർത്തനം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. കൊടിക്കുന്നിൽ സുരേഷിന്റെ പോസ്റ്റാണിത്. 2000 പേർക്ക് തൊഴിൽ കൊടുത്തു, 3000 പേർക്ക് പോസ്റ്റിലാണ്ട്. നിങ്ങൾ നോക്ക്, നിങ്ങൾ എന്തൊരു മര്യാദ. പത്തനാപുരത്ത് റബ്ബർ പാർക്ക് യാഥാർത്ഥ്യമാക്കിയ കൊടിക്കുന്നിൽ സുരേഷാണ്. അതായത് സുഭാഷ് നോക്കൂ, പിറവന്തൂർ പിറവന്തൂരിൽ 90% പൂർത്തിയായോ? കെട്ടിടം നടന്നുകൊണ്ടിരിക്കുന്നു പണി. അടിസ്ഥാന ഫൗണ്ടേഷൻ കിട്ടിയോ? ഫൗണ്ടേഷൻ കെട്ടിയത് പണി തീർന്നുകൊണ്ടിരിക്കുകയാണോ? കെട്ടിടം ഉയർന്നു. കെട്ടിടത്തിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ നമ്മുടെ പണി വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതല്ല. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് MP വളരെ വ്യക്തമായ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്.